എല്ലാവർക്കും മലയാളം ടാരോട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പിക്കപ്പ് ഐൽ റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. മെസ്സേജ് ഫ്രം മഹാദേവ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന ഈ 3 ഇമേജസിൽ നിന്ന് ഏറ്റവും റെസനേറ്റ് ആവുന്ന, ഏറ്റവും ഇഷ്ടം തോന്നുന്ന അല്ലെങ്കിൽ ആദ്യം തന്നെ അട്രാക്റ്റ് ആവുന്ന ഒരു ഇമേജ് ചൂസ് ചെയ്യാം. എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്കുള്ള സിറ്റുവേഷൻ ഓർ ഗൈഡൻസ് എന്താണോ മഹാദേവിനോട് ചോദിക്കാം. എന്നിട്ടൊരു പൈൽ ചൂസ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും പൈൽ വെച്ച് കാണാം. ഹായ് പൈൽ നമ്പർ 1. നിങ്ങൾ ഈ കാർഡാണ് അല്ലെങ്കിൽ ഈ ഇമേജാണ് ചൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള 5 മെസ്സേജ് എന്താണോ നിങ്ങൾക്ക് സിറ്റുവേഷൻ, എന്താണോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടക്കുന്നത്, മഹാദേവനിൽ നിന്നുള്ളൊരു 5 മെസ്സേജ് നമുക്ക് എടുക്കാം. ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ്. സിറ്റുവേഷൻ അനുസരിച്ച് മാത്രം റെസനേറ്റ് ആവുകയാണെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ അടുത്ത പൈൽ കാണാം. ഓക്കെ, എനിക്ക് 5 കൂടുതൽ കാർഡ്സ് വന്നു. ഞാൻ വീണ്ടും ഷഫിൾ ചെയ്തിട്ടാണ് ഈ കാർഡ്സ് എടുത്തത്. ബിക്കോസ് കുറേ എനർജീസ് ഇതിൽ കാണുന്നുണ്ട്. നിങ്ങൾ ആരായി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്രയും വിട്ടുകൊടുക്കാത്ത ആൾക്കാരാണ്. എന്ത് കാര്യത്തിനും നിങ്ങൾ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി, ആരെങ്കിലും നിങ്ങളെ ചതിച്ച പോലെ തോന്നുന്നുണ്ടോ? ഞാനിത് സ്പെസിഫിക് ആയിട്ട് ഒരു സിറ്റുവേഷൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ കുറേ നാളായിട്ട് എന്തോ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്. കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നൊരു കാര്യത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഫീലിംഗ് വന്നിട്ടുള്ളത്. ഇനിയും ഞാനതിൽ ചെയ്യണോ? പക്ഷെ ഗിവ് അപ്പ് ചെയ്യരുതെന്നാണ് മഹാദേവൻ പറയുന്നത്. ഡോണ്ട് ഗിവ് അപ്പ്. നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യണമെങ്കിൽ റെസ്റ്റ് ചെയ്യുക. നിങ്ങൾ 9 ഓഫ് വാണ്ട്സ്, 10 ഓഫ് വാണ്ട്സ് കുറേ ഭാരം താങ്ങുന്നുണ്ട്. സോ ഈ ഭാരം അധികം കുറച്ച് നാളത്തേക്ക് ഇറക്കി വയ്ക്കാൻ നിങ്ങളുടേതല്ല. എല്ലാം എടുത്ത് സ്വയം ഭാരം താങ്ങാണ്ടിരിക്കുക. നിങ്ങളുടേതല്ലാത്ത ഭാരങ്ങൾ വിട്ട് കളയുക. കൂടുതലും നിങ്ങളൊരു തിങ്കിങ് സ്റ്റേജിലാണ്. കാരണം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഇപ്പോഴും ഓവർ തിങ്കിങ് ആണ് ഭയങ്കരമായിട്ട്. ഇത് ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, ഇനി ചെയ്യണോ, പക്ഷേ നിങ്ങൾ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ഭയങ്കര പാഷനേറ്റാണ്, ഭയങ്കര എഫേർട്ട് എടുക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ടയേർഡാണ്. നിങ്ങളപ്പോഴും ഒരു തിങ്കിങ് സ്റ്റേജിലാണ്. കംപ്ലീറ്റ് ആയിട്ട് എന്ത് വന്നാലും വിട്ടുകൊടുക്കാത്ത ആൾക്കാരാണ് നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട്, ഭയങ്കര ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ട്. പക്ഷേ ഓവർ തിങ്കിങ് ആണ് മെയിൻ പ്രശ്നം. നിങ്ങളായിട്ട് സ്റ്റക്കായി നിൽക്കുക. നെഗറ്റീവ് ബിലീഫ്സ് ഇങ്ങനെ അനാവശ്യ ചിന്തകളിൽ ഇങ്ങനെ മുഴുകി സ്വയം കെട്ടിയിടുക എന്ന് പറയില്ലേ, അതുപോലെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് മഹാദേവനായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും. എല്ലാം പോയിട്ടില്ല, മനസ്സിലായോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പോയി എന്ന് വിചാരിക്കണത് നിങ്ങൾക്ക് വേണ്ടാത്തതാണ്. അത് പൊക്കോട്ടെ. നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. മഹാദേവൻ അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ റെസ്റ്റ് ചെയ്യണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം. അധിക ഭാരം താങ്ങാണ്ടിരിക്കുക, വിട്ട് കളയുക. ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒക്കെ ഒന്ന് റിലാക്സ്, കുറച്ചും കൂടെ മൈൻഡ്ഫുൾ ആവാൻ ശ്രമിക്കുക. ജീവിതത്തിൻ്റെ ഒരു ഫ്യൂച്ചറിലേക്ക് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വയ്ക്കാൻ. ശരിയാണ്, എത്ര പൊട്ട സിറ്റുവേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആവും. പക്ഷേ ഇപ്പം ഞാൻ പറയാണ്, നിങ്ങളിപ്പോൾ ആലോചിക്കുന്നതെല്ലാം മഹാദേവൻ സത്യമാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം ചിന്തിക്കുന്നതൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കില്ലേ, മാറ്റില്ലേ? നിങ്ങളുടെ ചിന്തകൾ അത്രയും പവർഫുള്ളാണ്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും മന്ത്രങ്ങൾ പോലെയാണ്. മനസ്സിലായോ? നിങ്ങൾ പറയുന്ന ഓരോ സ്പെല്ലിംഗ് എന്ന് പറയും, നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഓരോ വേർഡ്സും ഒരു മന്ത്ര പോലെയാണ്. അത് സത്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ പൈസയില്ല, അല്ലെങ്കിൽ വിട്ടുപോയി, എല്ലാം ഒരു ഇല്ലായ്മയെന്ന് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇല്ലായ്മയല്ലേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾ ദൈവത്തിനെ കുറ്റം പറയുകയും ചെയ്യും. നമ്മൾ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഇഷ്യൂ. നമ്മൾ തന്നെയാണ് ഇതിൻ്റെ വില്ലാതി വീരന്മാരെന്ന് പറയില്ലേ, ചിന്തിച്ച് കൂട്ടുന്നതിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾക്കാർ.
ഒന്നും നടന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടും. ഒന്നും ആയില്ല, ഒന്നും നടന്നില്ല. പക്ഷെ പറയുന്നത് അതാണ്, ഹാവ് ഫെയ്ത്ത്. നിങ്ങളുടെ നിന്ന് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് നിങ്ങൾക്ക് തിരിച്ചു വരും. നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിൽ കാണുന്ന ക്രിസ്ത്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏഞ്ചൽസ് ആണ്. എനിക്കറിയില്ല, അത് പെട്ടെന്ന് വന്നിട്ടൊരു ഇൻറ്റ്യൂഷനാണ്. ഏഞ്ചൽസ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൂടെ ഉണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ മൈൻഡ് നമ്മൾ കൺട്രോൾ ചെയ്യുക. നിങ്ങൾക്കുള്ള ജസ്റ്റിസ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത്രയും മാത്രം നെഗറ്റീവ് തിങ്കിങ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മഹാദേവ ഭക്തനാണെങ്കിൽ എന്ത് ചെയ്യാം? ഓം എന്നുള്ള മന്ത്രം കേട്ടോളൂ, ഓം നമഃ ശിവായ ജപിച്ചോളൂ, അല്ലെങ്കിൽ കേട്ടോളൂ. നമുക്ക് എന്ത് ചെയ്യുമ്പോഴും പേടിയാണ്. ഞാൻ ഇന്നത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പൊട്ടേ സംഭവിക്കുള്ളൂ. ഒരു അച്ഛനും അമ്മേനെയും വിളിക്കുന്ന പോലെ നമ്മൾ മഹാദേവനെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമ്മൾ എത്രത്തോളം അതിനവിടെ ഇന്ന സമയമെന്നോ ഇന്ന രീതിക്ക് ഇരിക്കണം എന്നോ ഒന്നുമില്ല. സ്നേഹത്തോടെ വിളിക്കാനാണെങ്കിൽ നമുക്ക് എവിടെ ഇരുന്ന് വിളിക്കാം, എവിടെ ഇരുന്ന് വേണമെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ടൊന്ന് സംസാരിക്കാം. നമുക്ക് പേടിയാണ്, നമ്മുടെ ചിന്താഗതിയാണ്, ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു വെച്ചിരിക്കുന്ന കുറേ ചിന്തകളാണ്. ഇങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ട സംഭവിക്കും. പ്രത്യേകിച്ച് ഞാനിടുന്ന വീഡിയോസ് ആയാലും ഏറ്റവും കൂടുതൽ ഡൗട്ടുകൾ എന്തെങ്കിലും ചെയ്തത് പൊട്ട സംഭവിക്കുമെന്ന് പേടിക്കുന്ന ആൾക്കാരാണ്. മനസ്സറിഞ്ഞ് വിളിച്ച വിളി കേൾക്കാത്ത ദൈവങ്ങളില്ല, ഏഞ്ചൽസ് ഇല്ല, യൂണിവേഴ്സ് വരെ നിങ്ങൾ കേൾക്കും. നമ്മുടെ ഇൻറ്റൻഷൻ, നിങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ടാണ് വിളിക്കുന്നത് എന്നുള്ളതിൽ മാത്രം. നിങ്ങളല്ലാണ്ട് കുറേ പുഷ്പാഞ്ജലി ചെയ്യണ്ട, കുറേ പൈസ കൊണ്ട് കൊടുക്കണ്ട. നിങ്ങൾ ഇവിടെ അമ്പലത്തിൽ പോകാൻ പറ്റാത്തവരാണെങ്കിലും വീട്ടിലിരുന്ന് ഒരു വട്ടം മനസ്സറിഞ്ഞ് ഓം നമഃ ശിവായ എന്ന് മൈൻഡിൽ ചൊല്ലിക്കഴിഞ്ഞ്, ഇതിപ്പോൾ എന്തൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നാലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരായാലും കേൾക്കും. സോ ഇങ്ങനത്തെ ചില വീഡിയോസുകളിൽ ചെന്ന് പെടാണ്ടിരിക്കുക. ഞാൻ എല്ലാവരെയും പറയുന്നില്ല, കുറച്ച് മിസ്ലീഡിങ് ആയിട്ടുള്ള വീഡിയോസിൽ നിന്ന് പെടാണ്ടിരിക്കുക. നിങ്ങൾ ആരായാലും നിങ്ങൾ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നിങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുകളാണ്. ശരിയാണോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്ലീസ് കമൻറ്റ് ബോക്സിൽ റെസനേറ്റ് ചെയ്യുക. എനിക്കിത് റീഡിങ് എങ്ങടെ പോകുന്നേ അറിയില്ല, ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. പ്ലീസ് ഫോർഗിവ് മീ. എനിക്ക് ഈ മെസ്സേജ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാനാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണെന്നറിയില്ല, നിങ്ങൾക്കുള്ള ഗൈഡൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷെ അത് പറയാനല്ല ഞാനിവിടെ വന്നത്. എനിക്ക് കുറേ തവണ എനിക്ക് അതിൻ്റെ ഗൈഡൻസ് ഓൾറെഡി കിട്ടിയതാണ്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഒരു ഔട്ട്കം തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ നിന്ന് മാറില്ല. സോ ആരായാലും ഇതിൽ നിന്ന് മാറുക. സിമ്പിളായിട്ട് ഓം എന്ന് കേൾക്കുക, അല്ലെങ്കിൽ ഓം നമഃ ശിവായ ജപിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ മൈൻഡ്ഫുള്ളായിരിക്കുക. ഓരോ തോട്ട്സും നെഗറ്റീവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോസിറ്റീവ് ആയിരിക്കണം, ഭയങ്കര എപ്പോഴും നല്ലത് പറയണം എന്നല്ല. ഞാനടക്കം നെഗറ്റീവ് ആവുന്നൊരു വ്യക്തി തന്നെയാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ഹാർട്ട് ബ്രേക്സ് വന്നിട്ടുണ്ട്, ശരിയാണ്, സമ്മതിച്ചു. പക്ഷേ നമുക്കൊരു ചിന്ത വരുമ്പോൾ നമുക്കേ അത് മാറ്റാനുള്ള പവറുള്ളൂ. അല്ലാണ്ട് ചുറ്റും നിൽക്കുന്നവർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മാറും എന്നുള്ളത് ഒരു ടെമ്പററി ഇല്യൂഷനാണ്, ടെമ്പററി സൊല്യൂഷനാണ്. നിങ്ങളുടെ മാറ്റം നിങ്ങളാണ്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങൾ ആഗ്രഹിച്ച എന്തും നേടാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിച്ച ഫാമിലി ലൈഫാണോ പൈസയാണോ എന്തും നേടാൻ പറ്റും. പക്ഷെ ആരാണ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളുടെ ചിന്താഗതികൾ, നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ തോട്ട്സാണ് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടില്ല, അത് ടഫാണ്, അതൊക്കെ ആരാ പറഞ്ഞുണ്ടാക്കുന്നത്? അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻസ് എടുക്കും. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ഒപ്പീനിയൻ ഉണ്ടാക്കുക. നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല. നമ്മളെല്ലാവരും ഹ്യൂമൻസാണ്. നമ്മളെല്ലാവരും ഒരേ യൂണിവേഴ്സിൻ്റെ എനർജിയിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. സോ ഒരാളിലും ഒരു കുറവോ കൂടുതലോ ഒന്നുമില്ല. ആ മുകളിൽ നിന്ന് യൂണിവേഴ്സ് താഴത്തേക്ക് നോക്കി നമ്മളെല്ലാവരും ഒരുപോലെയാണ്. ഒരു കൂടുതലോ കുറവോ ഇല്ല എന്ന് മനസ്സിലാക്കുക.
നമ്മുടെ മൈൻഡ് കൊണ്ട് എത്രത്തോളം നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മുടെ പവർ നമുക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. നമുക്ക് മൈൻഡിനൊപ്പം നമ്മൾ അതിനായിട്ടുള്ള അലൈൻഡ് ആക്ഷൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച എന്തും നിങ്ങൾക്ക് എളുപ്പത്തിൽ, ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അതാണ്. വെറുതെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ട് വെറുതെ ഇരുന്ന് റൂമിൻ്റെ മൂലയ്ക്ക് ഇരിക്കുക എന്നല്ല മാനിഫെസ്റ്റേഷൻ. പഠിക്കുകയാണെങ്കിൽ പഠിക്കുക, ജോലി ചെയ്യുകയാണെങ്കിൽ ജോലി ചെയ്യുക, ഒപ്പം പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. എനിക്കിത് കിട്ടും. കുറേ വഴികളുണ്ട്, കുറേ വീഡിയോസ് ഉണ്ട്, ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരുകളും ഉണ്ട്, കുറേ അധികം ആൾക്കാരുകളുണ്ട്. പക്ഷേ എല്ലാവർക്കും നിങ്ങളെയൊക്കെ ഒരു ലിമിറ്റ് വരെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാണ് ചെയ്യേണ്ടത്. നമ്മളാണ് ഒരു വേ കാണിച്ചു കൊടുത്തു, നമ്മളാണ് നടക്കേണ്ടത്. എടുത്തുകൊണ്ട് നടക്കില്ല. ഇനി എടുത്തുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മഹാദേവനെ വിളിക്കാം. എനിക്ക് പറ്റില്ല, അത്രയും പറ്റാത്ത സിറ്റുവേഷൻ എനിക്ക് പറ്റില്ല, എനിക്കൊരു ശരിയായിട്ടുള്ളൊരു വഴി കാണിച്ചു തരൂ എന്ന് എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാത്ത സൈൻസ് ഇല്ല. സോ ഇതാ റീഡിങ് ആയിപ്പോയോ ഗൈഡൻസ് ആയിപ്പോയോ എനിക്കറിയില്ല. മനസ്സിലാക്കുക, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ റിയാലിറ്റി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തൊരു നെഗറ്റീവ് ചിന്ത വന്നോ ഇന്ന് തൊട്ട് നിങ്ങളതൊക്കെ പോസിറ്റീവായിട്ട് മൈൻഡ്ഫുൾ ആവാൻ നിൽക്കുക. ഒരാളും പോസിറ്റീവായിട്ടല്ല ജനിക്കണേ, പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു ചോയ്സ് ഉണ്ട്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാം, നെഗറ്റീവായിട്ടുള്ളൊരു ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നമുക്ക് പോസിറ്റീവായിട്ട് ഷിഫ്റ്റ് ചെയ്യാം, പോസിറ്റീവായിട്ടുള്ള റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ ആരെങ്കിലും ആസ്ട്രോളജീനെ കുറിച്ച് പേടിക്കുന്ന ആൾക്കാരുകൾ എനിക്ക് എവിടെയോ ഒരു ഫീലിംഗ് കിട്ടി. നിങ്ങൾ ആസ്ട്രോളജി, ജാതകം, ഇത് പേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാക്കുക, ജാതകമായാലും ടാറോ റീഡിംഗ് ആയാലും നിങ്ങളുടെ ഫ്യൂച്ചറിന് ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈവൻ പ്ലാനറ്ററി അലൈൻമെൻറ്റ്സിനെ പോലും മാറ്റാൻ പറ്റുന്നൊരു മഹാദേവനാണ്. ആ മഹാദേവൻ്റെ അടുത്ത് എന്താണ് ഇനി വേറെ മാറ്റാനുള്ളത്? ആ ഒരു അത്രയും പവർ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനു പേടിക്കണം? ഈ പ്ലാനറ്ററി അലൈൻമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും ഹോപ്പനൊപ്പനോ ചെയ്യാൻ പറയുന്നത്. ബിക്കോസ് നിങ്ങളുടെ മൈൻഡിലുള്ള നെഗറ്റീവ് തോട്ട്സ് ക്ലിയർ ചെയ്യാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു ശനി ദശ എന്ന് പറയുമ്പോൾ പേടിയാണ്, എന്തോ ജാതകദോഷം, പേടിയാണ്. ആ പേടി എവിടെയാണ്? ജാതകത്തിലാണോ? ഒരാൾ എഴുതി വെച്ച ജാതകത്തിലാണോ? അല്ല, നമ്മുടെ ഉള്ളിലാണ്. ശനിദശയാണ്, നന്നാവില്ല എന്നൊക്കെ ആരാ പറയുന്നത്? നമ്മുടെ ചിന്തകളാണ് അത് ഉണ്ടാക്കുന്നത്. നമ്മുടെ ചിന്തകൾ തന്നെ നമ്മൾ ക്ലീനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജാതകദോഷവും ഉണ്ടാവില്ല. സോ മനസ്സിലാക്കുക, ഇതൊക്കെ നമ്മുടെ മൈൻഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോപ്പണൊപ്പനോ ചെയ്യാം. ഒന്നും പറ്റിയില്ലെങ്കിൽ ദേവാദിദേവനായ മഹാദേവനോട് പ്രാർത്ഥിക്കാം. നിങ്ങൾ 1008 തവണ 1,00,000 തവണ ഒന്നും ജപിക്കേണ്ട. ഒരൊറ്റ തവണ മനസ്സറിഞ്ഞ് വിളിച്ചാൽ മതി, കേൾക്കാണ്ടിരിക്കില്ല. ആരാണ് നിങ്ങൾ? എന്തിനാണ് ഇത്ര നെഗറ്റീവായിട്ട് ആലോചിക്കുന്നത്? നിങ്ങളിപ്പോഴും വിശ്വസിക്കുന്നില്ലേ മഹാദേവനെ? പിന്നെ എന്തുകൊണ്ട്, എന്തിന്? അദ്ദേഹത്തിന് ഇതൊക്കെ ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്നുണ്ടോ? അദ്ദേഹത്തിന് ഇതൊക്കെ ഇമ്പോസിബിൾ ആണോ? അല്ല, ഇതൊക്കെ പുഷ്പം പോലെ തീർത്ത് തരും. പക്ഷെ നമ്മളെ എപ്പോഴും എന്താ പറയുക, നമുക്ക് എളുപ്പവഴി തേടുന്ന ആൾക്കാരാണ്, വാശി പിടിക്കുന്ന ആൾക്കാരാണ്. ഒന്നും ചെയ്യാണ്ട് എല്ലാം എളുപ്പത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സന്തോഷം. ചില കാര്യങ്ങൾ നമ്മൾ തന്നെ മാറ്റാൻ നോക്കണം. നമ്മുടെ കാര്യങ്ങളിൽ പുറമേ മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ എവിടെ എത്തില്ല. എങ്ങടെ പോകാൻ പറ്റും? സ്വയം ഉള്ളിലേക്ക് പോകാൻ നോക്കുക. അവിടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് അവിടെ ഉണ്ട്. സോ നിങ്ങളുടെ ജാതകം ആയാലും എന്തായി കഴിഞ്ഞാലും നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി ബേസ്ഡ് ആയിട്ടുള്ളൊരു റിപ്പോർട്ടാണെന്ന് വിചാരിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസൻറ്റ് ആക്ഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതാണ് അതിൻ്റെ സത്യം. നിങ്ങളുടെ പ്രസൻറ്റ് ആക്ഷൻസ് ഇതാണോ, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മാറ്റാൻ പറ്റും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, നിങ്ങൾ നല്ലൊരു കർമ്മ ചെയ്യുന്നുണ്ടോ, ഡെഫിനറ്റ്ലി മാറ്റാൻ പറ്റും. അതൊന്നും നിങ്ങളെ എഫക്റ്റ് ചെയ്യില്ല. മനസ്സറിഞ്ഞ് നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജാതകദോഷവും നിങ്ങളെ എഫക്റ്റ് ചെയ്യില്ല. അതൊക്കെ നമ്മുടെ പേടിയാണ്. മനസ്സിലാക്കുക, പേടിപ്പിക്കാനായിട്ട് കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവരുടെ ജോലി അതാണ്. അതിലൊന്നും ചെന്ന് പെടാണ്ടിരിക്കുക. അതൊക്കെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക. ഒരു ഡോക്ടറെ കണ്ട് അസുഖം വരാണ്ടിരിക്കാൻ മരുന്ന് എഴുതി കഴിക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റാൻ സാധ്യതയുണ്ട്. ക്യാൻസൽ.
അങ്ങനെ ആർക്കും സംഭവിക്കാണ്ടിരിക്കട്ടെ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു അപ്പോഴേ പേടിച്ചു, എല്ലാ എല്ലാ അമ്പലങ്ങളിലും പോയി ഓടാൻ തുടങ്ങി. അയ്യോ എൻ്റെ മോനിക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ, എൻ്റെ മോൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഓടാൻ തുടങ്ങി. നമ്മൾ എന്താ ചെയ്യുക? അത് നടക്കുന്നാണോ? അത് നടക്കാണ്ടിരിക്കാൻ നമ്മൾ സൂക്ഷിച്ച് ഓടിക്കുക, നമ്മൾ മെല്ലെ പോവുക, കുഴപ്പമില്ല, പ്രാർത്ഥിക്കുക. ഒരു എക്സാം പൊട്ടും എന്ന് പറഞ്ഞു. എക്സാം ഇപ്പോൾ 10th ബോർഡ് എക്സാം നിങ്ങൾ പാസ്സാവില്ല. എൻ്റെ റിയൽ സ്റ്റോറിയാണ്. എൻ്റെ ഒരു ഫാമിലിയിൽ ഒരാളോടത് പറഞ്ഞു. ആളോട് 10th ജാതകത്തിൽ പറഞ്ഞു 10th പാസ്സാവില്ല, എക്സാം പാസ്സാവില്ല. പുഷ്പം പോലെ പാസ്സായി, നന്നായി പഠിച്ചു, നന്നായി പാസ്സായി. എന്താ ജാതകം വർക്ക് ആവാണ്ടാണോ? അതങ്ങനെ നടക്കായിരുന്നില്ലേ? അല്ല, നമ്മുടെ കർമ്മ, നമ്മുടെ പ്രസൻറ്റ് ആക്ഷൻസിലാണ് നമ്മുടെ ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പാസ്റ്റ് കഴിഞ്ഞു, പക്ഷെ നമ്മുടെ പ്രസൻറ്റാണ് നമുക്കുള്ളൂ. ഫ്യൂച്ചർ ഇസ് എൻ ഇല്യൂഷൻ. അതെന്താവുമെന്ന് നമുക്കറിയില്ല. നമുക്കുള്ള മൊമെൻറ്റ് പ്രസൻറ്റാണ്. ആ പ്രസൻറ്റ് എത്രത്തോളം നന്നാക്കാൻ പറ്റുന്നോ അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ. അത്രയേ ഉള്ളൂ നിങ്ങൾക്കുള്ള മെസ്സേജ്. സോ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. ഈ മെസ്സേജസ് മഹാദേവൻ നിങ്ങളോട് പറയണം എന്നെ കൂടെ പറയിച്ചതാണ് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ബ്ലെസ്ഡ് ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക. നിങ്ങൾ പേടിക്കേണ്ട രീതിക്ക് ഒന്നുമില്ല. എന്ത് വന്നു കഴിഞ്ഞാലും മൈൻഡ്ഫുൾ ആവുക, പോസിറ്റീവായിട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഒരു ഇല്ലായ്മയിൽ നിന്ന് എപ്പോഴും സംസാരിക്കാണ്ടിരിക്കുക. നിങ്ങൾ വിചാരിക്കുക അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് എപ്പോഴും കേൾക്കുന്നുണ്ട്. യൂണിവേഴ്സ് പറയാം ഇല്ല, അപ്പോൾ കൂടുതലില്ല. ഉണ്ടോ? കൂടുതലുണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 24 hours യൂണിവേഴ്സ് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മഹാദേവൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അത് മനസ്സിലാക്കുക. എല്ലാവരും ബ്ലെസ്ഡ് ആയിട്ടിരിക്കുക. ഓക്കെ, വെൽക്കം പൈൽ നമ്പർ 2. സോ പൈൽ നമ്പർ 1 ഹെവി എനർജീസ് ആയിരുന്നു. അത് ആരിലേക്ക് എത്തുകയെന്ന് എനിക്കറിയില്ല. സോ പൈൽ നമ്പർ 2 എന്താവും എനിക്കറിയില്ല. എപ്പോഴും പറയുന്ന പോലെ ടാറോ റീഡിങ്സ് എടുക്കുന്ന പോലെയല്ല, മെസ്സേജസ് വരുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ മഹാദേവൻ എന്നുള്ള ഗൈഡൻസ് നോക്കാം. ഓക്കെ, ഞാൻ ഷഫിൾ ചെയ്തത് കാണിക്കാതെ അത്രയും സമയം പോകണ്ടല്ലോ വെച്ചിട്ടാണ്. സോ നിങ്ങളുടെ മെസ്സേജസ് വന്നിട്ടുണ്ട്. 6 മെസ്സേജസാണ് കിട്ടിയത്. ഓക്കെ, പൈൽ നമ്പർ 2 ഞാൻ ഇപ്പോഴേ പറയാം. നിങ്ങൾക്ക് പൈൽ നമ്പർ 1 കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാണാം, മുഴുവനും കേൾക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഓവർ തിങ്കിങ്, രാത്രി ഉറക്കമില്ലായ്മ, ഒറ്റയ്ക്കായ പോലെ തോന്നുന്നൊരു ഫേസ്, എവിടേക്കോ ലെഫ്റ്റ് ഔട്ടായ പോലൊരു ഫേസ്, ആകെ ഒറ്റപ്പെട്ടു പോയി, എല്ലാത്തിനും ഒറ്റപ്പെട്ടു പോയി, ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞതിൻ്റെ വിഷമം, എന്തൊക്കെയോ വിഷമിപ്പിച്ച് പറഞ്ഞതിന് ഉറക്കമില്ലായ്മ, ആരോ എന്തോ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ, അതിൽ നിന്ന് എന്തിനോ നിങ്ങൾ പോയില്ലോ എന്നുള്ള പോലെ ഇപ്പോൾ ഒരു ഐസൊലേഷൻ ഫേസിലാണ്, കംപ്ലീറ്റ്ലി ഐസൊലേഷൻ ഫേസിലാണ്. വീണ്ടും നഷ്ടബോധം, ഒരു ഗിൽട്ടി, എന്തിനോ റിലേഷൻഷിപ്പിൽ നിന്നാവാം, കരിയറിൽ നിന്നാവാം. ഡയറക്റ്റ് മെസ്സേജ്, ഹീൽ ചെയ്യുക. ഇറ്റ്സ് ടൈം ടു റെസ്റ്റ്, ഇറ്റ്സ് ടൈം ടു ഹീൽ. ഇതൊന്നുമല്ല ഹീൽ. നിങ്ങൾ ഹീൽ ചെയ്യണം, നിങ്ങൾ ഡെഫിനറ്റ്ലി ഹീൽ ചെയ്യണം. എന്തായാലും നിങ്ങൾ ഹീൽ ചെയ്യണം. എങ്ങനെയാ എന്താണെന്ന് എനിക്കറിയില്ല, ഹീൽ ചെയ്യണം. സ്വന്തം വേഴ്ത്ത് മനസ്സിലാക്കുക, സ്വന്തം വേഴ്ത്ത് മനസ്സിലാക്കുക. നിങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തികളാണ്, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നില്ല നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആണ് എന്നുള്ളത്. നിങ്ങൾ റിയലൈസ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. നിങ്ങളെപ്പോഴും എന്തൊക്കെയോ പോയല്ലോ, എന്തൊക്കെയോ എല്ലാത്തിൽ നിന്നും ആകെ ഗിൽട്ടി, ആകെ സാഡായിട്ടിരിക്കുന്ന ഒരു ഭയങ്കര സാഡ് എനർജിയാണ്. ടോട്ടലി സാഡ് എനർജി, ഉറക്കമില്ലായ്മയുടെ ലൈക്ക് ഇനി ആയിക്കഴിഞ്ഞ് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ കഴിഞ്ഞു എന്നുള്ളൊരു ഫേസ് എത്തണേൻ്റെ തൊട്ട് മുൻപുള്ളൊരു ഫേസ്. ഒന്നുമില്ല മക്കളെ, ഇത് ഹീൽ ചെയ്യണം, നിങ്ങൾ ഹീൽ ചെയ്യണം. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. നിങ്ങൾ ഹീൽ ചെയ്തേ പറ്റൂ. നിങ്ങൾ നിങ്ങളുടെ ഞാൻ ഇപ്പോഴേ പറയാം, ഞാൻ ഷുഗർ കോട്ട് ചെയ്യില്ല. ഇത് എനർജീസാണ്, എനർജി ബേസ്ഡ് റീഡിങ്സ് ആണ്. റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം എടുക്കുക. ഇതിലുള്ള ഗൈഡൻസ് ഇത്രയേ ഉള്ളൂ, ഹീൽ ചെയ്യുക. ഒരിക്കലും ടെമ്പററി സൊല്യൂഷൻസിൻ്റെ പിന്നാലെ ഓടാണ്ടിരിക്കുക. ബിക്കോസ് ഒരു ഡേ നിങ്ങളെ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ നിങ്ങളെ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും.
എത്രയും പെട്ടെന്ന് ഫേസ് ചെയ്ത് അത്രയും പെട്ടെന്ന് ലൈഫ് ബ്യൂട്ടിഫുൾ ആയിരിക്കും, സ്മൂത്ത് ആയിരിക്കും. ഹീലിംഗ് ജേർണി എന്ന് പറയുമ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവും. എപ്പോഴും ഒരു ആദ്യം കുറേ നാൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സുഖമാവുന്നില്ല, ഒരു അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവും. നമ്മുടെ ലൈഫ് അങ്ങനെയാണ്, ഒരു അപ്പ് ഉണ്ടെങ്കിൽ ഒരു ഡൗൺ ഉണ്ടാവും. എപ്പോഴും വീൽ ഓഫ് ഫോർച്യൂൺ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ബെറ്റർ മൊമെൻറ്റ്സ് എപ്പോഴും നിൽക്കില്ല, ഒരു സാഡ് മൊമെൻറ്റ്സും എപ്പോഴും നിൽക്കില്ല, അത് മാറിക്കൊണ്ടേ നിൽക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക. ബട്ട് നമുക്കതിൽ നിന്ന് നമ്മളധികം എഫക്റ്റ് ചെയ്യാണ്ട് പീസ്ഫുൾ ആയിട്ടുള്ള രീതിക്ക് നമുക്ക് എപ്പോഴും പോകാൻ പറ്റും. ആ പീസ്ഫുള്ളായിട്ട് പോകാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ഹീൽ ചെയ്യുമെന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസ് എന്തൊക്കെയാണോ അത് റിലീസ് ചെയ്ത് നമ്മൾ ഹീൽ ചെയ്യണം. നമ്മുടെ ഒരു വർത്ത് ഉണ്ട്, നമുക്കൊരു റിയലൈസേഷൻ ഉണ്ട്, നമ്മൾ എന്താണ്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എത്ര ബ്യൂട്ടിഫുൾ പേഴ്സണാണ്, നിങ്ങൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. പക്ഷെ നിങ്ങളത് റിയലൈസ് ചെയ്യുന്നില്ല. ആ റിയലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്യണം. നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. നിങ്ങളുടെ ഉള്ളിലും സ്നേഹവും കമ്പാഷനും എല്ലാം നിറഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷേ റെസ്റ്റ് എടുക്കുക, ഹീൽ ചെയ്യുക. നിങ്ങളുടെ ഈ ടൈം, ഈ ഒരു ഐസൊലേഷൻ ഫേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് കൊടുക്കുക. അത്രയും സിമ്പിൾ മെസ്സേജാണ്. ഞാനിവിടെ നിർത്തുന്നു. അത്ര കൂടുതൽ മെസ്സേജൊന്നുമില്ല. നിങ്ങളത് ഹീൽ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ നിങ്ങൾക്ക് വരും. അത്രേ പറയാനുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് പേഴ്സണൽ സെഷൻസോ ഗൈഡൻസ് ടാരോ റീഡിങ്സ് അല്ല, പക്ഷേ നിങ്ങളുടെ എനർജി ബേസ്ഡ് റീഡിങ്സ് എടുത്തിട്ടാണ് ഒരു ഗൈഡൻസ്, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ്, കോച്ചിങ്സോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓൾസോ കസ്റ്റം സബ്ലിമിനൽസ് കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആണ്, എൻ്റെ കൂടെ കണക്ട് ചെയ്യണം, എൻ്റെ അടുത്ത് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സ്റ്റേ ബ്ലെസ്ഡ്. പൈൽ നമ്പർ 3, ഇനി നിങ്ങളുടെ റീഡിങ് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. ബിക്കോസ് പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2 ഒക്കെ ഹെവി എനർജീസ് ആയിരുന്നു. സോ എന്താണ് മഹാദേവൻ നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് പേഴ്സണൽ മാനിഫെസ്റ്റേഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, പേഴ്സണൽ സെഷൻസ്, പേഴ്സണൽ വിത്ത് മാനിഫെസ്റ്റേഷൻസ്, കോച്ചിങ്സ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യുക. കസ്റ്റം സപ്ലിമിനൽസ് വേണമെന്നുണ്ടെങ്കിൽ റീച്ച് ഔട്ട് ചെയ്യുക. നമസ്കാരം. ഓക്കെ, പൈൽ നമ്പർ 3, നിങ്ങളുടെ മെസ്സേജസ് എന്താണ്? എല്ലാ പൈൽസും കണക്റ്റഡ് ആണല്ലോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ പൈൽസും കേൾക്കാം, കുറച്ച് ഫാസ്റ്റ് ഇട്ടിട്ട് കേൾക്കാം, കുഴപ്പമില്ല. ഓക്കെ, പൈൽ നമ്പർ 3, എല്ലാ എനർജീസും ഏകദേശം കണക്റ്റഡ് ആണ്. സോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി 3 പൈൽ കേൾക്കാം. നിങ്ങൾ ചില കാര്യങ്ങളിൽ ലെറ്റ് ഗോ ചെയ്യണം. ലേൺ ടു ലെറ്റ് ഗോ, ഇതാണ് നിങ്ങൾക്കുള്ള മെയിൻ മെസ്സേജ്. ലേൺ ടു ലെറ്റ് ഗോ. എത്രത്തോളം ഇമോഷൻസ് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ലേൺ ടു ലെറ്റ് ഗോ ആൻഡ് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ, ബിക്കോസ് യുവർ ഇൻറ്റ്യൂഷൻ ഇസ് ഓൾവേസ് റൈറ്റ്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇൻറ്റ്യൂഷൻ, ഒരു ഗട്ട് ഫീലിംഗ് എപ്പോഴും ഒരു കാര്യം പറയുന്നുണ്ട്, അത് കേൾക്കുക. ബിക്കോസ് അതെപ്പോഴും റൈറ്റായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അപ്പോഴും ഒരു ഡൗട്ടാണ്, അത് വേണോ, അത് വേണ്ടയോ? എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളങ്ങനെ തിങ്കിങ് സ്റ്റേജിലാണ്. ആക്ഷൻ അങ്ങോട്ട് എടുക്കുന്നില്ല, പക്ഷെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒന്നുമില്ല, ലെറ്റ് ഗോ ചെയ്യുക. ഒരു പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് അവിടെ ഉണ്ട്. ഇൻറ്റ്യൂഷൻ കേൾക്കുക. എന്താ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളുടേതായിട്ടുള്ളൊരു സെൽഫ് വർത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ റിയലൈസ് ചെയ്യുക നിങ്ങളുടെ ഒരു വർത്ത്. അല്ലെങ്കിൽ ഏതൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെങ്കിൽ അത്രയും വാല്യൂബിൾ ആയിട്ട് കാണുന്നുള്ളൊരു ആൾക്കാരുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളൊരു പ്രഷ്യസ് ആയിട്ട് കാണുന്ന ആൾക്കാരുകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാവുന്നില്ല നിങ്ങൾ അങ്ങനെയാണെന്നുള്ളത്. സ്ട്രെയിറ്റ് ഫോർവേഡ് മെസ്സേജാണ്. നിങ്ങൾ വേഗം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. വേഗം എന്തിനാ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ സ്വയം ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത്? അതോ നമ്മുടെ സ്വയം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരു പൊട്ട വ്യക്തിയാവും എന്ന് വെച്ചിട്ടാണോ? നമ്മളെ ഇഷ്ടപ്പെടാണ്ട് എങ്ങനെയാണ്? നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും നിങ്ങളിലേക്ക് വരും, പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള റെസ്പെക്റ്റും വർത്തും മനസ്സിലാവില്ല. നമ്മളെ തന്നെ എല്ലാ ദിവസവും ബെറ്റർ വേർഷനായിട്ട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഒരു പോസിറ്റീവ് സെൽഫായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുമോ? സോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കാണെന്നുണ്ടെങ്കിൽ അത് തൽക്കാലത്തേക്ക് ലെറ്റ് ഗോ ചെയ്യുക. എന്തൊക്കെയോ നിങ്ങൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ തൽക്കാലത്തേക്ക് ലെറ്റ് ഗോ ചെയ്യുക. ജസ്റ്റ് നിങ്ങളത് ലെറ്റ് ഗോ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളവരായിരിക്കാം.
ലെറ്റ് ഗോ ചെയ്യുക. അവിടെ ഒരു ന്യൂ ബിഗിനിങ്സ് ഉണ്ട്. നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേൾക്കുക. അത് എപ്പോഴും റൈറ്റ് ആണ്. എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ നിങ്ങൾ ഭയങ്കര ഇൻറ്റ്യൂട്ടീവ് ആൾക്കാരായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നുന്നത് പലപ്പോഴും ശരിയാണെന്ന് തോന്നുന്ന ആൾക്കാരായിരിക്കും. ആൻഡ് നിങ്ങളുടെ കപ്പ് ഫുൾഫില്ലായിരിക്കും. നിങ്ങളുടെ ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് എല്ലാം നിങ്ങൾക്ക് ഫുൾഫിൽഡ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഈ ഒരു എനർജിയിലേക്ക് വന്നേ പറ്റൂ. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഈ എനർജിയിലേക്ക് വന്നേ പറ്റൂ. എന്ത് ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും? സിമ്പിൾ സൊല്യൂഷൻ. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നെഗറ്റിവിറ്റി കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഹോപ്പനൊപ്പനോ ചെയ്യുക, വീഡിയോസ് കാണുക. ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ വീഡിയോസ് കാണുക. ഇനി ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സെൽഫ് ടോക്ക് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴൊക്കെ ഒരു നെഗറ്റിവിറ്റി വരുന്നുണ്ട് അപ്പോഴൊക്കെ പോസിറ്റീവായിട്ട് സെൽഫ് ടോക്ക്, സ്വയം പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും റെസനേറ്റ് ആവുന്ന ഓരോ മെത്തേഡ്സാണ്. അതിനാണ് നമ്മൾ പേഴ്സണൽ ഗൈഡൻസ് സെഷൻസ് എടുത്തു കൊടുക്കുന്നത്. ഓരോരുത്തർക്കും സിറ്റുവേഷൻ അനുസരിച്ച് അവരുടെ ഒരു ബിഹേവിയർ പാറ്റേൺ അനുസരിച്ച് നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതല്ല, നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ അറിയാം എന്ത് ചെയ്യണം. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരാൾക്ക് എപ്പോഴും നമ്മളായിരിക്കണം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ, എന്തൊരു പ്രാക്ടീസ് ആയാലും. സോ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അതുകൊണ്ടൊരു പൊട്ടയും വരാൻ പോകുന്നില്ല, നല്ലതേ വരാൻ പോകുന്നുള്ളൂ മനസ്സിലാക്കുക. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡ് ഒരു ബ്യൂട്ടിഫുൾ എനർജിയിലേക്ക് എത്തും. ഭയങ്കര പീസ്ഫുൾ എനർജിയിലേക്ക് എത്തും. നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം ബ്യൂട്ടിഫുൾ സോളുണ്ട്. അത് മനസ്സിലാക്കുക, റിയലൈസ് ചെയ്യുക, കുറേം കൂടെ ഒരു സ്ട്രോങ് ആവാൻ നോക്കുക. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച് എന്തായാലും വരും. നിങ്ങളുടെ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ്സ് ഒക്കെ ഇതാവും. പക്ഷെ എപ്പോഴും എന്ത് ചെയ്യുക, ഇൻറ്റ്യൂഷൻ കേൾക്കുക. ഇൻറ്റ്യൂട്ടീവ് ആണെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേട്ടൊരു തീരുമാനം എടുക്കുക. തിങ്കിങ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഇൻറ്റ്യൂഷൻ കേൾക്കുക, ഒരു തീരുമാനം എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു ഫെമിനൈൻ എനർജി, ഇൻറ്റ്യൂട്ടീവായിട്ടുള്ളൊരു ഫെമിനൈൻ എനർജി ഉണ്ടായിരിക്കാം. അവരായിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ മുന്നിലേക്ക് എന്തെങ്കിലും ഒരു ഓഫർ പോലെ തരുന്നത്. ഡിവൈൻ ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ എപ്പോഴും ഫീമെയിൽ ആവണം എന്നില്ല. ഫെമിനിൻ എനർജി ആവാം, എനർജി ബേസ്ഡ് ആവാം. ഒരു ഇൻറ്റ്യൂട്ടീവ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് വൈസ് പേഴ്സൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ. സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. സോ എന്താണെന്നറിയില്ല, ഇപ്പോഴത്തെ 3 റീഡിങ്സും എനിക്ക് പകുതിക്ക് വെച്ച് സ്റ്റക്കാവുന്ന പോലെ തോന്നും. എന്തൊക്കെയോ സ്റ്റക്ക് എനർജി ഉണ്ട് 3 പൈലിലും. ആ സ്റ്റക്ക് എനർജി റിലീസ് ചെയ്യേണ്ടതുണ്ട്. കാരണം എനിക്കും സംസാരിക്കുമ്പോൾ ഞാൻ സ്റ്റക്കാവുന്നുണ്ട്. ഹാവ് ഫെയ്ത്ത്, ഓക്കെ? ഹാവ് ഫെയ്ത്ത് ഇൻ ഡിവൈൻ. ഞാൻ ഈ റീഡിംഗ് കൂടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. പ്രാക്ടീസ് ഇന്നർ വർക്ക്, അതാണ് 3 പൈലിലുള്ള മെസ്സേജ്. പ്രാക്ടീസ് ഇന്നർ വർക്ക് സ്ട്രിക്റ്റായിട്ട് ഞാൻ പറയാം. ഓർ ടേക്ക് ഹെൽപ്പ് ഫ്രം സംവൺ യു റെസനേറ്റ്. നിങ്ങളുടെ സോൾ കോളിംഗ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് ഹെൽപ്പ് എടുക്കുക. ഓക്കെ, പൈൽ നമ്പർ 3. അപ്പോൾ എല്ലാവരും ബ്ലെസ്ഡ് ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പോസിറ്റീവായിട്ട് ആലോചിക്കുക, മൈൻഡ്ഫുള്ളി ഷിഫ്റ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.